മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സോ ഗൈസ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നാട്ടിലാണുള്ളത്, ഇടുക്കിയിലാണുള്ളത്. നമ്മുടെ ചെറുതോണി ഡാമിന്റെ ഒക്കെ മുന്നിലായിട്ടാണുള്ളത്. അത് ഇവിടെയാട്ടോ നമ്മുടെ ഇടുക്കി ഗോൾഡ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്കൂളാണ് ഈ കാണുന്നത്. അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈസ്റ്ററിന്റെ അവധിക്കൊക്കെ വേണ്ടിയിട്ട് നാട്ടിലോട്ട് വന്നതാണ്. നമ്മളിങ്ങനെ പോണ്ടിച്ചേരി വീഡിയോസ് ഇങ്ങനെ അടുപ്പിച്ചിട്ടോണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഇടയ്ക്ക് ഒരു ഇടുക്കി വീഡിയോയും കൂടെ കുത്തിക്കയറ്റാനായിട്ടാണ് നമ്മള് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് ഇടുക്കിയിൽ എന്റെ വീടിന്റെ ഒക്കെ അടുത്തെന്ന് പറഞ്ഞ ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തുള്ള കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഇന്ന് കംപ്ലീറ്റ് ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കാൽവരി മൗണ്ടിലേക്ക് പോകാം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കാൽവരി മൗണ്ടിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും നേരെ നമുക്ക് കാൽവരി മൗണ്ടിലെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ആയിട്ട് വെക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ കാൽവരി മൗണ്ടിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നേരെ നമ്മൾ കാൽവരി മൗണ്ടിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും. ഇതാണ് ചെറുതോണി എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടോ. പ്രത്യേകിച്ചും പ്രളയത്തിൻ്റെയൊക്കെ സമയത്ത് വാർത്തകളിൽ ഒരുപാട് ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചെറുതോണി പാലമൊക്കെ ആ ഒരു സമയത്ത് ഫ്ലഡിൻ്റെയൊക്കെ ടൈമിൽ വാർത്തകളിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോഴും പാലത്തിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴും പ്രളയത്തിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. ഈ ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ റീൽസൊക്കെ നമ്മൾ ഈ ഒരു വഴിയെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള പണികളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അതായത് നമ്മുടെ മഹേഷ് പ്രതികാരം ചെയ്ത ഒരു സ്ഥലമാണിത്. നേരെ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം കേട്ടോ. അപ്പോൾ ഇതിന് മുന്നിൽ തന്നെയാണ് ഈ പറയുന്ന ഗ്രൗണ്ടൊക്കെ ഉള്ളത്. അങ്ങനെ വീണ്ടും നമ്മൾ കാൽവരി മൗണ്ടിനെ ലക്ഷ്യമാക്കി വളവുകളും തിരിവുകളും ഒക്കെ കറങ്ങി നേരെ കാൽവരി മൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാൽവരി മൗണ്ടിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും, ഏതൊരു സ്ഥലത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്ന പോലെ തന്നെ അതിമനോഹരമാണ് അങ്ങോട്ടുള്ള ഓരോ യാത്രകളും. പ്രത്യേകിച്ചും കുറേ വളവുകളും തിരിവുകളും പച്ചപ്പ് നിറഞ്ഞ റോഡുകളിലൂടെയുള്ള സഞ്ചാരമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിങ്ങോട്ട് തന്നെ നോക്കിയാൽ രണ്ട് സൈഡിലും നിറയെ പച്ചപ്പും അതിനൊത്ത നടുക്കൂടെ നല്ലൊരു റോഡും നിറയെ വളവുകളും തിരിവുകളും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ നമ്മൾ കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു വഴിയിൽ തന്നെയാണ്, ചെറുതോണി കട്ടപ്പന റൂട്ടിൽ തന്നെയാണ് നമ്മുടെ കാൽവരി മൗണ്ടും ഉള്ളത്. കട്ടപ്പനയ്ക്ക് ഒരു 16 കിലോമീറ്റർ മുന്നെയാണ് കാൽവരി മൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കാൽവരി മൗണ്ട് അല്ലെങ്കിൽ 10ാം മൈൽ സിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം. നേരെ കാണുന്ന മുകളിലേക്കുള്ള വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് കാൽവരി മൗണ്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് സ്ഥലം വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരെ നമ്മൾ കാൽവരി മൗണ്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ് കേട്ടോ എൻട്രൻസ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിൽ തന്നെ നല്ലൊരു തേയിലത്തോട്ടമൊക്കെ വന്നിരിപ്പുണ്ട്. പിന്നെ കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. നേരെ കാണുന്ന ഒരു മലയുണ്ടല്ലോ, അതിന് മുകളിൽ ഞങ്ങൾ പണ്ട്, അതായത് ഞാൻ UG പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞങ്ങൾ വന്നിട്ട് ആ 2 മല അപ്പുറത്ത് വലിയൊരു മലയുണ്ട്, ആ മലയിലേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു, ഒരുപാട് മെമ്മറീസൊക്കെ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ആ ഒരു മല. അങ്ങനെ അപ്പോൾ നേരെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കാൽവരി മൗണ്ടിലേക്കുള്ള എൻട്രൻസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. 25 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള പൈസ. നമുക്ക് എന്തെങ്കിലും ക്യാമറയോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പാർക്കിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി ചാർജ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽവരി മൗണ്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള നമ്മുടെ ഒരു കാഴ്ച കേട്ടോ. നിറയെ ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് 2 സൈഡിലും. അതുപോലെ നമ്മൾ നേരെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കാണുന്ന അതിമനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ കാൽവരി മൗണ്ടിൻ്റെ എല്ലാ ബ്യൂട്ടിയും നമുക്ക് ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്. അതായത് ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് ഈ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളൊരു GPS ലൊക്കേഷൻ ഒക്കെ ഓണാക്കി ഫോണിൽ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ആ ഒരു രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തണ്ടെന്ന് നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കല്യാണത്തണ്ടല്ല കേട്ടോ, കാൽവരി മൗണ്ട്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തണ്ടും കാൽവരി മൗണ്ടും നമുക്ക് സെയിം വ്യൂ തന്നെയാണ് വരുന്നത്. രണ്ടും 2 സ്ഥലമാണെങ്കിൽ പോലും, തൊട്ടടുത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും നമുക്ക് സെയിം വ്യൂ ആണ് വരുന്നത്. അതുകൊണ്ട് പറയുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ മുകളിലുണ്ട്. അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യൂ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം
നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ഈ മുന്നിലെ വ്യൂ കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ഇതുപോലെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു രസമാണ്. പിന്നെ ഇങ്ങനെ താഴത്തോട്ട് അത്യാവശ്യം നല്ലൊരു ഇറക്കമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാം നമ്മുടെ സ്വന്തം റിസ്കിൽ. പക്ഷേ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം വഴികളൊക്കെ മോശമായിട്ട് കിടക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളിത് നമ്മുടെ കാൽവരി മൗണ്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ കല്യാണത്തണ്ട് പോയപ്പോഴും ഏകദേശം ഒരു സെയിം വ്യൂ തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റ് പോയപ്പോഴും ഏകദേശം ഈ ഒരു സെയിം വ്യൂ തന്നെയായിരുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാമിലെ വെള്ളമാണ്. അപ്പം കള്ളിമാലി സൈഡിലൊക്കെ അത് നമ്മുടെ പൊന്മുടി ഡാമിന്റെ ഇതാണ്. അപ്പോൾ ഇടുക്കിയിൽ കുറേ അധികം മലകളുണ്ട് ഡാമിന്റെ ചേർന്ന് തന്നെ. അപ്പോൾ ഏത് മലമുകളിൽ കയറിയാലും ഏകദേശം ഈ ഒരു സെയിം വ്യൂ തന്നെ ആയിരിക്കും. നമ്മുടെ കല്യാണത്തണ്ടും ഈ ഒരു സെയിം സംഭവം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം സെയിം വ്യൂ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഒരു ഒഫീഷ്യൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മൾ പാസ്സൊക്കെ എടുത്ത് കയറുന്ന സ്ഥലമാണ് ഈ പറയുന്ന കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ കല്യാണത്തണ്ട് അങ്ങനെയൊന്നും അല്ല. ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാവുന്ന ഒരു അൺഒഫീഷ്യൽ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ നല്ലൊരു കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളിത് കുറച്ച് താഴത്തോട്ട് വന്നിരിക്കുകയാണ്. ആളുകളൊക്കെ അങ്ങ് മുകളിലാണുള്ളത്. അപ്പോൾ എന്തായാലും ഇതേ കൊണ്ട് പോയിക്കുക. നല്ലൊരു രസമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇതേ നമ്മുടെ തൊട്ട് മുന്നിൽ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടുന്നത്. ഭയങ്കര ചൂടായിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇപ്പം അങ്ങനെ വലിയ ചൂടൊന്നുമില്ല. നമ്മളിവിടെ ഒരു നെല്ലിമരത്തിന്റെ ചുവട്ടിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല സെറ്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല സെറ്റ് വൈബുമാണ്. ഈ പറഞ്ഞ പോലെ തൊട്ട് മുന്നിൽ ഇതുപോലെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ഒരു കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളിത് കാൽവരി മൗണ്ടിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു തേയിലത്തോട്ടത്തിലാണ് കേട്ടോ ഉള്ളത്. ഇതൊരു അടിപൊളി ഒരു തേയിലത്തോട്ടമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു തേയിലത്തോട്ടമാണ്. സാധാരണ കാൽവരി മൗണ്ട് വരുന്നവർ ഇങ്ങോട്ട് വരാൻ അധികം സാധ്യതയില്ല. കാരണം ടിക്കറ്റ് എടുത്തിട്ട് അവർ എല്ലാവരും തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അതിന്റെ നേരെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു സ്ഥലം കൂടെ ഉള്ളത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പെർമിഷൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട്. ഇല്ലെങ്കിൽ അവർ ചിലപ്പം ഇറക്കി വിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നവർ പെർമിഷൻ എടുത്തിട്ട് മാത്രം ഇങ്ങോട്ട് കയറാനൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു തേയിലത്തോട്ടം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാൽവരി മൗണ്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഇടുക്കി കാണാൻ വരുന്നവർക്ക് തേയിലത്തോട്ടം കാണാനായിട്ട് മൂന്നാർ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലത്തെ നല്ല നല്ല തേയിലത്തോട്ടങ്ങൾ ഇടുക്കിയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും കാൽവരി മൗണ്ടിലൊക്കെ നല്ല രസമാണ് ഈ ഒരു തേയിലത്തോട്ടം കാണാനായിട്ട്. നമ്മുടെ വ്യൂ പോയിന്റിന്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ പറയുന്ന ഒരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലം കൂടെയാണ് കേട്ടോ ഈ പറയുന്ന ഒരു കാൽവരി മൗണ്ടിലെ ഈ ഒരു തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. നമ്മൾ എന്തായാലും കാൽവരി മൗണ്ട് ആയിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കാൽവരി മൗണ്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 25 രൂപയാണ് ഇവിടെ ഒരാൾക്ക് പാസ്. വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ വേറെ പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പാർക്കിങ്ങിന് നിങ്ങൾക്ക് വേറെ പൈസ കൊടുക്കേണ്ടി വരും. മൊബൈലിൽ ഷൂട്ട് ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ ഒരുപാട് എല്ലാവരും മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കാൽവരി മൗണ്ട് വരാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇടുക്കി വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്നത് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. കട്ടപ്പനയ്ക്കൊക്കെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്ന ഒരു വഴിക്കൊക്കെ തന്നെ ആവാനാണ് സാധ്യത. ചെറുതോണി വഴി കട്ടപ്പനയ്ക്കൊക്കെ വരുന്നവർക്ക് അതിനിടയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും വരുന്നവരെന്തായാലും തീർച്ചയായിട്ടും വരിക. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇത് പറഞ്ഞ പോലെ ഒരു മിക്സഡ് ക്ലൈമറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ ചൂട് മാറി തണുപ്പാവുന്നുണ്ട്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്